മധ്യസ്ഥ ചർച്ചകൾ സ്തംഭിച്ചതോടെ ഇസ്രയേൽ ഗാസ സംഘർഷം വീണ്ടും മുറുകുകയാണ്. ഗാസ മുനമ്പിലുടനീളം നടന്ന വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിക്കുകയും മധ്യസ്ഥ കരാർ നിരസിക്കുകയും ചെയ്തുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസയിൽ നിന്ന് രക്തരൂഷിതമായ ദൃശ്യങ്ങൾ, രക്തം ചിന്തുന്നതിന്റെ വാർത്തകളാണ് വരുന്നത്. വളരെ വ്യാപകമായി തന്നെ ഇസ്രയേൽ വീണ്ടും ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണോ? തീർച്ചയായും ശ്രീജ, ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 30 അല്ല, മരണസംഖ്യ 150ഓളമായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മരണസംഖ്യ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ ഈ യുദ്ധം അത് ഇനി വരും ദിവസങ്ങളിൽ കനക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അടക്കം മുന്നറിയിപ്പ് നൽകുന്നതും. അതായത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിരുന്ന വ്യവസ്ഥകൾ അത് ഹമാസ് ലംഘിച്ചു. അത് ഒരു തരത്തിലും ഹമാസ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഹമാസ് ബന്ദികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേലും ബന്ദി കൈമാറ്റം ഏറെ വൈകിപ്പിച്ചിരുന്നു. അതൊക്കെ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീടാണ് സമാധാനം പുലരുന്നു എന്ന തരത്തിൽ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പെട്ടെന്ന് തന്നെ പുരോഗമിച്ചു. ബന്ദികളെല്ലാം കൈമാറ്റം ചെയ്തു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പിന്നീട് നീണ്ടുപോയി. ഒരു മാസം മുൻപേ തുടങ്ങേണ്ടിയിരുന്ന ചർച്ചകൾ ഏറെ വൈകിയാണ് പുനരാരംഭിച്ചത്. പക്ഷെ അപ്പോഴും ഗാസയിൽ സമാധാനം പുലരുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം വിപരീതമായി മാറുന്നു. ഗാസയിൽ യുദ്ധം കനക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് പ്രധാനമായും 2 ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, പൂർണ്ണമായും മുഴുവൻ ബന്ദികളെയും ഹമാസ് ഇസ്രായേലിന് തിരികെ നൽകണം. അതായത് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ബന്ദികളാക്കിയ മുഴുവൻ പേരെയും വിട്ടു നൽകണം. ഒപ്പം തന്നെ ഗാസയിൽ ഉടനീളം വിന്യസിച്ചുള്ള സൈനികരെ പിൻവലിക്കണം. ഈ 2 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഈ 2 ആവശ്യങ്ങളും ഹമാസ് അത് അംഗീകരിച്ചില്ല. ഹമാസ് അതിൽ വിമുഖത കാണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം കനപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത്. ഇതിനോടകം തന്നെ 150ഓളം പേർ 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയരും. ഒപ്പം റഫേൽ അടക്കം ആശുപത്രിയിൽ അടക്കം ശക്തമായ വ്യോമാക്രമണം തന്നെയാണ് തുടരുന്നത്. ഒപ്പം തന്നെ ഹൂതികൾ ചെങ്കടലിൽ വളരെ വ്യോമാക്രമണം ശക്തിപ്പെടുത്തുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് US നേരത്തെ തന്നെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമിച്ചിരുന്നു. അതിന് തിരിച്ചടി എന്നോണം ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ഹമാസിന് പിന്തുണയുമായി ഹൂതികൾ എത്തിയതും ചെങ്കടലിൽ വളരെ വ്യാപകമായി വ്യോമാക്രമണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ യുദ്ധം വീണ്ടും കനക്കുമെന്നത് തീർച്ചയാണ് ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.